ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മളുടെ റെയിൽവേൻ്റെ എക്സാമുകൾ RRBയിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന ALP ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, അതേപോലെ തന്നെ JE ആയിക്കോട്ടെ, ഏത് എക്സാമുകളാണെന്നുണ്ടെങ്കിലും അതിൽ ഫസ്റ്റ് നമുക്ക് വരുന്ന മെൻ്റൽ എബിലിറ്റിൻ്റെ ഭാഗത്തും അരിത്തമെറ്റിക് കാൽക്കുലേഷൻസിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു RRB എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഏത് RRBയുടെ ഏത് എക്സാമിനായിക്കോട്ടെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന, അല്ലെങ്കിൽ SSCയുടെ ഏത് എക്സാമിന് വേണ്ടി ഒരു പഠിച്ചു തുടങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റുന്നതും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി നമ്മൾ പറയാറുണ്ട് ഏതൊരാൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏത് പൊട്ടന്മാർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. പൊട്ടന്മാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നല്ല, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എക്സാം ഒരു ഭാഗമാണ് അറിയുന്നത് നമ്പർ സീരീസ്. അപ്പോൾ നമ്പർ സീരീസിൽ കഴിഞ്ഞ തവണ ALPയിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നോർമലി നമ്പർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിലെവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു നമ്പർ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. ആ നമ്പർ ഏതാ എന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നിട്ടുള്ള ഭാഗത്തുള്ള നമ്പർ ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു സീരീസ് തരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് സീരിയസ് ആയിട്ട് ഒരു RRB പോലുള്ള എക്സാം എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയങ്ങളിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഈ ഒരു എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് മുന്നോട്ട് വരിക. കാരണം എന്താണ്, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മാക്സിമം സമയം കൺസ്യൂം ചെയ്യാൻ പറ്റണം. എന്നിട്ട് മറ്റുള്ള ഭാഗങ്ങളിൽ കുറച്ച് റീസണബിലിറ്റി എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ റീസണിങ്ങിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ടൈം ഒന്നുകൂടി കൂടുതലായിട്ട് എടുക്കാൻ കഴിയണം. അപ്പോൾ നമുക്ക് ഈ നമ്പർ സീരീസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് പഠിക്കാം. ആ ഭാഗങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഞാൻ സ്പീഡിൽ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വെറും 10 സെക്കൻഡ് അടുത്ത് നമുക്ക് സമയം വരുള്ളൂ. പക്ഷെ നമ്മളൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ പറയുന്നത് കൊണ്ട് കുറച്ച് ഞാൻ പതുക്കെ മെല്ലെ തന്നെയാണ് പറയുന്നത്. ഓരോ പോയിന്റ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് പറയുന്നത് സ്ലോ ആയിട്ട് തോന്നും. ഫസ്റ്റ് ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ കൂടി പഠിക്കുന്നവർക്കും കൂടി ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. 361, 348, 335, 322, 309. അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇത് ചിലപ്പോൾ ഇവിടെ ചോദിക്കാം, ചിലപ്പോൾ ഇതിന്റെ സെൻറ്ററിൽ ചോദിക്കാം അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള എല്ലാ സീരീസിനും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു ഡിജിറ്റിൽ നിന്ന് അടുത്ത ഡിജിറ്റിലോട്ട് പോകുന്ന, അടുത്ത സംഖ്യയിലോട്ട് പോകുന്ന സമയത്ത് ഒരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷൻ കണ്ടെത്തുക. ആ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെ ആൻസറായി. അത്രേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇത് തമ്മിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കും. ഇപ്പോൾ ഈ സംഖ്യ നോക്കൂ, ഡിക്രീസിങ് ആണ് അല്ലേ, ചെറുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. 361, 348, 335, 322, 309. അടുത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പാണ് ഇത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ 309 താഴെ വരുന്ന ഒരു സംഖ്യ ആയിരിക്കും എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഈ കുറച്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ആളുകൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ നമ്മളുടെ ആൻസർ ഉണ്ടല്ലോ, ഓപ്ഷൻസ്. ആ ഓപ്ഷൻസ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. ഓപ്ഷൻസ് നമ്മളെ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റണം, അല്ലെങ്കിൽ ആൻസറിൽ നിന്നും ആ ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൽ നോർമലി നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കാം. 350 താഴത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്ഷൻ വരാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഉറപ്പിക്കണം. അപ്പോൾ ഇതിൽ നോക്കുക 300 മുകൾക്ക് വാല്യൂസ് ഉണ്ടോ, 309 മുകളിൽ. 309 മുകളിൽ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വെട്ടിക്കളയാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എല്ലാം തന്നെ 300 അതിന് താഴെ വരുന്ന വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വെട്ടിക്കളയാൻ അവിടെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ 4 ഓപ്ഷനിൽ ഏതാണെങ്കിലും കൃത്യമായിട്ട് കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഇത് കഴിഞ്ഞിൽ ഇതിൽ ആൻസറിനായിട്ട് ലിങ്ക് ചെയ്ത് നോക്കൽ തന്നെയാണ്. ആ നോക്കിയതിന് ശേഷം വേണം നമ്മൾ തീരുമാനിക്കാൻ. ഇനി നമ്മൾ ഓരോന്നോരോ നോക്കാം. 361 348 ഈ തമ്മിലുള്ള ഡിഫറൻസ് എത്ര നോക്കുക. എത്രയായിരിക്കും ഡിഫറൻസ്? നമുക്ക് മൈനസും പ്ലസ് തൊട്ട് എഴുതാം, അല്ലെങ്കിൽ ഡിഫറൻസ് മാത്രമായിട്ട് എഴുതാം. എത്രയായിരിക്കും ഡിഫറൻസ്? ജസ്റ്റ് നോക്കും. 361 348 ഡിഫറൻസ് എത്രയായിരിക്കും? 13 ഡിഫറൻസ് വരുന്നത് അല്ലേ. ദെൻ 348 335 335 എത്ര ഡിഫറൻസ് വരുന്നത്? സെയിം ഡിഫറൻസ് ആണ് വരുന്നത്, 13 വരുന്നത്. ഇത് നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലേ കിട്ടുള്ളൂ. 13 ഡിഫറൻസ് വരുന്നത്. അടുത്തത് 13 ഡിഫറൻസ് വരുന്നത്. അടുത്തത് 13 ഡിഫറൻസ് വരുന്നത്. മാറ്റണ്ടോ? ഇത് ഒരെണ്ണം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ 4 നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ 13, 13, 12, 13 അങ്ങനെ വേണമെങ്കിൽ വരാം. വീണ്ടും ഒരു 12 ആകാം. അപ്പോൾ ആ സീരീസ് എല്ലാത്തിനും ഡിഫറൻസ് എത്രയാണ്? 13 ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് അടുത്ത സംഖ്യ എത്ര ആയിരിക്കും?
ഇതിന്റെ ഡിഫറൻസ് വരുന്നതല്ലേ 13 വരുന്നതല്ലേ ഉണ്ടാകുക. കറക്റ്റ് ആൻസർ നമുക്ക് ഈസി ആയിട്ട് എഴുതി കൂടെ. എത്ര വരും? 309 നിന്ന് എന്തായിരിക്കും? കുറഞ്ഞല്ലേ വരുന്നത്, കുറഞ്ഞു വരികയാണ്. 13 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് ആൻസർ കിട്ടുന്നത്? 309 നിന്ന് 13 കുറച്ച്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ എഴുതൊന്നും ചെയ്യരുത്. ഇങ്ങനെ എഴുതിപ്പോൾ അത്രയും നമുക്ക് സമയം പോകും. 350 നിന്ന് 13 കുറക്കണം, 9 നിന്ന് 3 കുറക്കണം. 9 നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 6 ആണ് ആൻസർ വരിക. 6 വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഒരെണ്ണം ഉണ്ട് അല്ലേ? പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? പെട്ടെന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേരെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയാലും നമുക്ക് എത്ര കിട്ടുക? 296 തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുക. പക്ഷെ ഒറ്റ സ്റ്റെപ്പ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. 6 വേറെ ഇല്ല. 6 രണ്ടെണ്ണം വന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് 6 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, നമുക്ക് അതവിടെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 296 ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അടുത്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. നമ്മൾ ചെയ്ത് അങ്ങനെ പോകും. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിരിക്കും. ഇതിന്റെ ഡിഫറൻസ് കണ്ടെത്തുകയാണ് ചെയ്ത്. എല്ലാ നമ്പർ സീരീസും തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും. ആ റിലേഷൻ കണ്ടെത്തുക. അപ്പൊ ഞാൻ ഡിഫറൻസിന്റെ റിലേഷനാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇനി നമുക്ക് മാറ്റങ്ങൾ നോക്കാം. ഓരോന്നായിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനൊക്കെ കടന്നിക്കട്ടെ. സെയിം ആണ്, മാറ്റമൊന്നുമില്ല. 13, 24, 46, 79, 123. അടുത്ത എത്ര? കൂടി വരികയാണ് അല്ലേ? 123ന്റെ മുകൾക്ക് ഒരേ ഡിജിറ്റിലാണ് സംഖ്യ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷനും ആവാം. 13ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം, 24, 46 തമ്മിലുള്ള വ്യത്യാസം, 46ഉം 79 തമ്മിലുള്ള വ്യത്യാസം, 79, 123 തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, അവിടെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. പോയി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് വീണ്ടും പൊക്കോ. അപ്പൊ നമുക്ക് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ കണ്ടിരിക്കുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അത് ലോജിക്ക് കത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. വീഡിയോ പോസ് ചെയ്യുക. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിന് അതിന് കൂടുതൽ പോവുക. ചെയ്ത് കിട്ടിയെന്ന് മനസ്സിലാകുമ്പോൾ വീഡിയോ പ്ലേ ചെയ്തോ ആൻസർ കണ്ടെത്തൽ ഒന്നിച്ചിടം കണ്ടെത്തും ചെയ്യാം. സോ അങ്ങനെ ചെയ്ത് പഠിക്കുക. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇപ്പൊ 13ഉം 24ലോട്ട് പോകുന്ന സമയത്ത് എത്രയായിരിക്കും അവിടെ ഡിഫറൻസ് വരുന്നത്? അവിടെ ഡിഫറൻസ് നോക്കിയിട്ടുണ്ടോ? 11 ഡിഫറൻസ് തന്നെ. 24 നിന്നും 46ലോട്ട് പോകുന്ന സമയത്ത് ഡിഫറൻസ് എത്ര വരുന്നത്? 4ന്ന് 6 4 കുറച്ച് കഴിഞ്ഞാൽ 2 വരും. 22 വരും. 11 22. ഏകദേശം അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അടുത്ത നമ്പർ ഏതാന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഉറപ്പല്ലേ? എത്ര? 9 നിന്ന് 6 പോകുന്നത്. 7 നിന്ന് 4 പോകുന്നു. 33, 44. ഓക്കെ ആണോ? 11, 22, 33, 44. അടുത്ത് എന്ത് വരണം? 55 വരണം. 55 ആരെ കൂടെ കൂട്ടണം? 123ന്റെ കൂടെ കൂട്ടണം. 5 3 8 ഉണ്ടോ? ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ട്. ഏതാണ്? സി, 178. ബാക്കി തന്നെ എഴുതണമെങ്കിൽ എഴുതാം. 5 2 7, അതോടൊപ്പം തന്നെ 178. ഫസ്റ്റ് സിമ്പിൾ ഭാഗമാണ്. ALP ഗ്രൂപ്പ് ഡി ഒക്കെ എഴുതുന്ന ആളുകൾക്ക് ഈ ഭാഗം എക്സാമിൽ വന്നു കഴിഞ്ഞാൽ, നമ്പർ സീരീസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പോലും ആൻസർ തെറ്റരുത്. ആൻസർ കിട്ടിയിരിക്കണം. ഈ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഇത് വെച്ച് പഠിച്ചോ. ഇൻട്രസ്റ്റ് ആവും. നമുക്ക് സീരിയസ് ആയിട്ട് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. അപ്പൊ 178 ആൻസർ. ഞാൻ ഫുൾ എഴുതുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആൻസർ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നുകൂടി നമ്മൾ വെരിഫൈ ചെയ്യാം അതിനെയാണോന്ന്. കാരണം ചിലപ്പോൾ 2 8 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ALPക്ക് ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അതേ റേഞ്ചിൽ തന്നെയാണെന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 549, 525, 477, 405, 309. അടുത്ത ഡിജിറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡയറക്റ്റ് തന്നെയാണ് ഇതിന്റെ ഡിഫറൻസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഇതിന്റെ ഡിഫറൻസ് കണ്ടെത്തിയിട്ട് ആ ഡിഫറൻസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഇത് നേരിട്ട് നോക്കുന്ന സമയത്ത് റിലേഷൻ ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് തോന്നുക. അപ്പൊ ഡിഫറൻസ് നോക്കാം. 549 525 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏകദേശം 24 വരുന്നത്. ദെൻ 24 കഴിഞ്ഞാൽ 525 നിന്നും 477 കുറക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് വരുന്നു? 48 വന്നു. ഇത് തമ്മിലെ ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് അടുത്തത് 477 നിന്നും 409 കുറക്കുന്ന സമയത്ത് അവിടെയുള്ള ഡിഫറൻസ് എത്ര വരുന്നത്? 72 വരുന്നു. 72 ഡിഫറൻസ് വരുന്നു. ദെൻ നെക്സ്റ്റ് അടുത്ത ഇവിടെ എത്ര? 450 നിന്നും 305 നിന്നും 309 കുറക്കുന്ന സമയത്ത് ഇവിടെ എത്ര ഡിഫറൻസ് വരുന്നു? 96 ഡിഫറൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വല്ല ഡിഫറൻസ് കിട്ടി. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കണം. ഇവിടെ 1 × 24, 2 × 24, 3 × 24, 4 × 24 അല്ലെ? 24ന്റെ ഗുണിതങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. 24ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 1 24, 2 24, 3 24, 4 24. ദെൻ സ്വാഭാവികമായിട്ടും അടുത്ത ഡിഫറൻസ് എന്തായിരിക്കും? 5 × 24 ആയിരിക്കും അടുത്ത ഡിഫറൻസ്. 5 × 24 എന്ന് പറയുന്നത് എത്ര വരും? 120 അല്ലെ? 120 ആണ് അവിടെ അടുത്ത ഡിഫറൻസ് വരേണ്ടത്.
ദെൻ ഇത് നോക്കുക, ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ? ഡിക്രീസിംഗ് ആണ് അല്ലേ. 309 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെറിയ സംഖ്യയാണ് വരേണ്ടത്. അപ്പോൾ 309 നിന്ന് നമ്മൾ 120 നമുക്ക് കിട്ടിയത്. ആ 120 കുറച്ചാൽ മതി, നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. എത്ര കിട്ടും? 189 കിട്ടും. 189 ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനിൽ നിന്നും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്താണ്? 549 ഈ ഓരോ തമ്മിലുള്ള ഡിജിറ്റുകളുടെ വ്യത്യാസം കണ്ടെത്തി. ആ വ്യത്യാസങ്ങളുടെ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പ് കണ്ടെത്തിയ ശേഷം, കാരണം 24, 48 നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇതിന്റെ ഇരട്ടിയാണോ എന്ന് ചിന്തിക്കാം. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് ഇത് 24ന്റെ ഗുണിതാണെന്ന് മനസ്സിലാക്കണം. 72 എത്തുമ്പോൾ 72 96 എത്തുമ്പോൾ 4 ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് 5 ആണ് വരിക. അപ്പൊ 120 വരുന്നു. നെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6×24 എടുത്തു കഴിഞ്ഞാൽ 6×24 ഈ 189 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അടുത്ത വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തൊക്കെ ഡയറക്റ്റ് ആയിരുന്നു. ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ആ മാറ്റം കൂടി നമ്മൾ കണ്ടെത്തി ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 184 242 275 333 366 424 നോക്കാം. അടുത്ത ഡിജിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ റിലേഷൻ എങ്ങനെയാണ് ഇതിൽ മാറ്റം വരുന്നത്? 184 242 തമ്മിലുള്ള ഡിഫറൻസ്, 184 242 തമ്മിലുള്ള ഡിഫറൻസ്, 242 275 തമ്മിലുള്ള ഡിഫറൻസ്, 275 333 തമ്മിലുള്ള ഡിഫറൻസ്, 333 366 തമ്മിലുള്ള ഡിഫറൻസ്, 366 424 തമ്മിലുള്ള ഡിഫറൻസ്. അത്യാവശ്യം ഡിഫറൻസ് കണ്ടെത്താനുണ്ട്. ഓരോന്നോരോന്ന് കണ്ടെത്തണം. 184 242 എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 58 ആണ് ഡിഫറൻസ് വരുന്നത്. ദെൻ 242 275 എന്ന് പറയുന്ന സമയത്ത് അവിടെ ഡിഫറൻസ് വരുന്നത് 33 ആണ് അല്ലേ. 33 ആണ് അവിടെ ഡിഫറൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വീണ്ടും 58 വരും, 58 വരും, 33 വരും, 58 വരും. മനസ്സിലായിട്ടുണ്ടാവും അത് തമ്മിലുള്ള റിലേഷൻ, അത് തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്, ആ അവിടെ ലിങ്ക് ചെയ്ത് കിടക്കുന്നത്, എങ്ങനെയാണ് ലിങ്ക് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. ദെൻ നെക്സ്റ്റ് പിന്നെ നമുക്ക് എത്ര വരേണ്ടത്? അപ്പൊ അടുത്ത എത്രയാണ്? 33 ആണ് വരേണ്ടത്. 424 കഴിഞ്ഞാൽ ഇത് നോക്കാം, കൂടി വരികയാണ്. അപ്പോൾ 424 കൂടെ 33 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, 424 കൂടെ 33 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമ്മുടെ എഴുതി കൂട്ടുന്നില്ല, 4 3 7 ആണ്. 7 ലാസ്റ്റ് വരുന്ന ഒരേ ഒരു ആൻസർ ഉള്ളൂ, 457. നമുക്ക് ആൻസർ ഇവിടെ കണ്ടെത്താം കേട്ടോ. 424 ഇങ്ങനെയൊക്കെ എഴുതി 424 പ്ലസ് 33 ഒക്കെ ആൻസർ എഴുതി. ഇവിടെ 58 വരെയാണ് നിന്നത്, 33 എഴുതി. ഇവിടെ 7, ഇവിടെ 5, ഇവിടെ 4 എന്നൊക്കെ പറഞ്ഞ് കണ്ടെത്താം. നമുക്ക് ആൻസർ കറക്റ്റ് ആവും. പക്ഷെ നമുക്ക് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നാൽ പോരാ, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇപ്പോൾ റീസണിങ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചധികം സമയം പോകും. ആ സമയം പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ സമയം നമ്പർ സീരീസിൽ, ആൽഫബറ്റ് സീരീസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സമയം ലാഭിക്കണം. അത് പറഞ്ഞു തരാനാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക, 457 ആൻസർ കറക്റ്റ് ചെയ്യുക. ബി ആണ് ആൻസർ വരുന്നത്. ഇത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 24 26 30 36 44 സിമ്പിൾ ആണ്, ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടാവും. അതിന് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. എന്താണ് ഡിഫറൻസ് വരുന്നത്? ഇവിടെ 2 വരും, ഇവിടെ 4 വരും. ഞാൻ ആദ്യം കാണിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ 6 വരും, ഇവിടെ 8 വരും. സ്വാഭാവികമായിട്ടും അടുത്തത് എന്ത് വരും? 10 വരും. ആൻസർ 54. പറയണ്ടല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ് വരിക. അപ്പൊ ആ കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 5 11 23 47 95 അടുത്ത് എങ്ങനെയാണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുന്നത് കുറച്ച് അതും നമ്മളെ മനസ്സിലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. എത്ര വരുന്നത്? ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6, ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 12, ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6 12 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 24. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഡിഫറൻസ് ഇത് ഓരോന്നോരോന്ന് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. ഓരോന്നോരോന്ന് കണ്ടെത്തണം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ഞാനിത് ഓരോന്നോരോന്ന് കുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു ഫുൾ വീഡിയോയിലോട്ട് ടൈം പോകും. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പറയുന്നത് കേട്ടോ. 48 നിങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയാലേ കിട്ടുള്ളൂ. അപ്പോൾ 6 12 12ന്റെ ഇരട്ടി 24, 24ന്റെ ഇരട്ടി 48, 48ന്റെ ഇരട്ടി എത്രയായിരിക്കും? നെക്സ്റ്റ് നോക്കിയാൽ മതി. 48ന്റെ ഇരട്ടി, ആ ഇരട്ടി എന്തിനോട് കൂടണം? അപ്പോൾ ഇതിന്റെ ഇരട്ടി നമുക്കറിയാലോ, 48ന്റെ ഇരട്ടി എന്ന് പറയുന്നത് ആ ട്വൈസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 95നോട് കൂട്ടണം. 95നോട് കൂട്ടുമ്പോൾ ആൻസർ എന്ത് വരും? 191 വരും അല്ലേ. 191 വരും. നമുക്ക് ഏറ്റവും ഇങ്ങനെ അടുത്തടുത്ത ഓപ്ഷൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി.
ലാസ്റ്റ് ഡിജിറ്റ് മാറ്റുണ്ടാവും, കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി. പക്ഷെ അതിന് പകരം ചില സമയങ്ങളിൽ നമ്മൾ 191, 181, 171 ഇങ്ങനെയും ഓപ്ഷൻ വരാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടെത്താൻ ശ്രമിച്ച എല്ലാത്തിൻ്റെയും ഒരേ സാധനം തന്നെ ആയിരിക്കും. സോ തൊട്ടടുത്ത ഡിജിറ്റും കൂടി നമ്മൾ എന്തായാലും അല്ലെങ്കിൽ മൊത്തം ആൻസർ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഈ സാധാരണ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്, ഇങ്ങനെയും ചോദിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ഡിഫറൻസിൽ നിന്ന് മാറി വേറൊരു ഇതാണ്. എന്തായിരിക്കും? 1, 4, 9, 16, 25 പെട്ടെന്നുള്ള ആളുകൾക്ക് കിട്ടും, പെട്ടെന്ന് കിട്ടണം. അതായത് എന്താ? 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ. സ്വാഭാവികമായിട്ടും അടുത്ത എന്തായിരിക്കും? 6ന്റെ സ്ക്വയർ. ആൻസർ ഉണ്ടായിരിക്കും അല്ലേ? 36. ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്ന സമയങ്ങളിൽ, ഈ ഒരു നമ്പർ സീരീസ് പഠിക്കുന്ന സമയത്ത് കൺക്ലൂഡ് ചെയ്ത് പറയാം. അതായത് നമുക്ക് സ്ക്വയർ റൂട്ടുകളിലെ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, സ്ക്വയർ റൂട്ടുകൾ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. സ്ക്വയർ റൂട്ടുകൾ നമുക്ക് അറിയാൻ കഴിയണം. ഒരു 20 വരെയെങ്കിലും നമുക്ക് എന്തായാലും ഈസി ആയിട്ട് നമുക്ക് അറിയാൻ കഴിയണം. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് അറിയണം. 1ന്റെ ക്യൂബ്, 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ്, ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? 1ന്റെ ക്യൂബ് എത്രയാണ്? 1. 2ന്റെ ക്യൂബ് എത്രയാണ്? 8. 3ന്റെ ക്യൂബ് എത്രയാണ്? 27. 4ന്റെ ക്യൂബ് എത്രയാണ്? അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ക്യൂബ് റൂട്ടും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് പോകും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം. ഡിഫറൻസ് മാത്രമല്ല, അതായത് വ്യത്യാസം മാത്രമല്ല, ഇത് തമ്മിലുള്ള റിലേഷൻ സ്ക്വയർ ആകാം, ഇത് തമ്മിലുള്ള റിലേഷൻ ക്യൂബ് ആകാം. ഇനി നേരെ തിരിച്ചും വരാറുണ്ട്. വേറെ ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ 1 കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തത് 5 ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. 5 കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് 9 കൊടുത്തിന് പകരം ഇവിടെ 10 കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത് 16 കൊടുത്തിന് പകരം ഇവിടെ 17 കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ആൻസർ? ആ ഡിജിറ്റിന്റെ 1ന്റെ സ്ക്വയർ ആയിരിക്കും. 1ന്റെ സ്ക്വയർ ഇവിടെ 2 ആയിരിക്കും കൊടുക്കുക. 1ന്റെ സ്ക്വയർ പ്ലസ് 1, 2ന്റെ സ്ക്വയർ പ്ലസ് 1, 3ന്റെ സ്ക്വയർ പ്ലസ് 1, 4ന്റെ സ്ക്വയർ പ്ലസ് 1 അങ്ങനെ കൊടുക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. ഇനി അതിന് പകരം 1ന്റെ സ്ക്വയർ പ്ലസ് 1, 2ന്റെ സ്ക്വയർ പ്ലസ് 2, 3ന്റെ സ്ക്വയർ പ്ലസ് 3 ഇങ്ങനെയും വരാം. അപ്പൊ നമുക്ക് ആ തമ്മിലുള്ള നമ്മൾക്ക് തരുന്ന നമ്പറുകൾ ആ നമ്പറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്തുക. ആ റിലേഷൻഷിപ്പ് നമ്മൾ എഴുതി വെക്കുക. അത് നമ്മൾ പെട്ടെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ഈ ഒരു നമ്പർ സീരീസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്, ഏറ്റവും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കൂട്ടാനും കുറക്കാനും ആ ഗുണിക്കാനും അതേപോലെ തന്നെ സ്ക്വയർ റൂട്ടുകളും നമുക്ക് ഹരിക്കലും നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കണം. അത് ചെയ്ത് എക്സ്പീരിയൻസ് ആവുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. സോ നമ്പർ സീരീസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടാവുന്നു. ഇതേപോലുള്ള കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. നമ്മൾ മാത്സ് നമുക്ക് അറിയാലോ, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ചെറിയ ക്ലാസ്സുകൾ മുതലേ പറയാറുണ്ട്, എന്താണ് ചെയ്ത് പഠിച്ചാലേ മാത്സ് നമുക്ക് പഠിയുള്ളൂ എന്ന് പറയും. അതേമാതിരിക്കാണ് നമ്പർ സീരീസ് കാര്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. വായിച്ച് പഠിച്ചത് കൊണ്ടോ വീഡിയോ കണ്ട് പഠിച്ചത് കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യില്ല. നമ്മൾ ചെയ്ത് പഠിക്കുന്നിടത്തോളം നമ്മൾ ചെയ്യാനെടുക്കുന്ന സമയം എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം ഓരോ തവണയും നമ്മൾ ചെയ്യുമ്പോഴും നമുക്കത് കുറച്ച് നമുക്ക് മാക്സിമം ചെറിയൊരു സമയം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. സോ ALPയുടെ ഗ്രൂപ്പ് ഡി റെയിൽവേന്റെ RRBക്കുള്ള ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ സീരീസ് എന്താ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള RRBയുടെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഓക്കെ, താങ്ക് യു.